അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നത്, സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ക്ലീൻ വീഡിയോ ആണ് കേട്ടോ. ഏതായാലും കർക്കിടക മാസമൊക്കെ വരികയല്ലേ, അപ്പോൾ അതിന് മുമ്പ് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണ്ടേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തുടങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ആദ്യം തന്നെ അടുക്കളയിൽ നിന്ന് തുടങ്ങാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് ആദ്യത്തെ അംഗം. അപ്പോൾ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ പഴയതും പുതിയതായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞാളേനെ അച്ഛമ്മ വീട്ടിലേക്ക് കൊണ്ടുപോയേക്കാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കണത്. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അംഗനവാടിക്കും പോയേക്കണം. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു മൊത്തത്തിലൊരു ക്ലീനിങ് പരിപാടി വേണം എന്നുള്ളത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒഴിവും കിട്ടാത്ത കാരണം കൊണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ എക്സാമും കാര്യങ്ങളാണല്ലോ, അതിൻ്റെ ഡെയിലി വീഡിയോസ് കാണുന്നവർക്ക് അറിയുണ്ടാവും. ഞാൻ കുറേ ദിവസമായിട്ട് എക്സാമിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഞായറാഴ്ച ഒന്നും തീരെ ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എക്സാമിൻ്റെ തിരക്കൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ നേരെ ഈ പണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളിലത്തെ ട്രേകളും കാര്യങ്ങളൊക്കെ ഞാൻ വേഗം റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ കുറേ കറയൊക്കെ പറ്റിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഈ സോസും കാര്യങ്ങളൊക്കെ വേഗം എടുത്തിട്ട് നേരെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഒരു ഇടലിടും. അപ്പോൾ പിന്നെ അതിലത്തെ ഒക്കെ ഇങ്ങനെ അതിൽ ചോർന്ന് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചില്ലറാണ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്ന് നമ്മൾ ഫ്രിഡ്ജ് ഓഫാക്കിയിട്ട് നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് ചാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മൊത്തത്തിൽ വെള്ളം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ചില്ലറ അതിനുള്ളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പണികളൊക്കെ വേഗം ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇത് വേഗം തീർക്കണം. ഇന്ന് 3 മണി വരെയാണ് എനിക്കിത് വൃത്തിയാക്കാനുള്ള ആകെ സമയമുള്ളൂ. കാരണം അപ്പോഴേക്കും അപ്പ് വരും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പിന്നെ പണികളൊന്നും നടക്കില്ല. അപ്പം ഞാൻ വേഗം അതൊക്കെ ചെയ്യാണ്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് 2 ദിവസം മുന്നേ തുടങ്ങണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ അമ്മ ഒന്ന് വീട് വൃത്തിയാക്കാൻ പോയി. അതിൻ്റെ ഇടയിൽ എനിക്കൊന്ന് ഷോക്ക് അടിച്ചതായിരുന്നു കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ സ്വിച്ചൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലഗ് ഊരിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണാവോ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാലിന് മുകളിൽ തരിപ്പ് വന്ന് നോക്കിയതാണ്. ആകെ ഒരു പിടി കിട്ടാണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഓഫാക്കിയിട്ട് ഫ്രിഡ്ജിന് ഷോക്ക് അടിക്കുമോ? ഓഫാക്കിയിട്ട് ഫ്രിഡ്ജിന് ഷോക്ക് അടിച്ചു. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ അനിയൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൂപ്പരേനെ വിളിച്ചു കൊണ്ടുവന്നു. ആളാണെന്നുണ്ടെങ്കിൽ AC മെക്കാനിക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്താണിത് സംഭവം എന്നറിയാൻ വേണ്ടി എനിക്ക് വലിയ ധൈര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിൻ്റെ മുകളിൽ തൊട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ വേഗം വന്നിട്ട് കുറേ ടെസ്റ്ററൊക്കെ വെച്ച് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയൊക്കെയോ കുത്തി നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ടു. അപ്പോൾ നമ്മൾ ആ പ്ലഗൊന്ന് ഊരിയിട്ടാൽ മതി, കുഴപ്പമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വേഗം പ്ലഗൊക്കെ ഊരിയിട്ടിട്ട് അവൻ ബാക്കിയുള്ള സർക്കസ് എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ വേഗമൊക്കെ ക്ലീൻ ചെയ്യാൻ നിന്നു. അപ്പൂൻ്റെ ബനിയനാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ എടുത്തേക്കണ തുണി. അവനിത് കണ്ടാൽ അന്ന് എൻ്റെ അടക്കം അവൻ കഴിക്കും. അപ്പോൾ അങ്ങനെ വേഗം ഫ്രിഡ്ജൊക്കെ സെറ്റപ്പാക്കി അതിനൊക്കെ വേഗം അടച്ചു വെച്ചു. സുന്ദരിക്കുട്ടപ്പിയായി എൻ്റെ ഫ്രിഡ്ജ്. എന്ത് രസം ഇങ്ങനെയൊക്കെ കാണാനല്ലേ. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ ആവും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരെ വാറാലച്ചൂലെടുത്തിട്ട് ഉമ്മത്തിക്ക് ഇറങ്ങിയിട്ടുണ്ട്. മുഖത്ത് ഏട്ടൻ്റെ മുഖം കെട്ടുന്ന സാധനമൊക്കെയാണ് എടുത്തേക്കണേ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏട്ടൻ്റെ വാരികൾ ഞാൻ കേൾക്കേണ്ടി വരും. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് വൃത്തിയാക്കലാണല്ലോ പ്രധാനം. അപ്പം ഞാൻ വേഗം ഫ്രണ്ടിലുള്ള മാറാല കാര്യങ്ങളൊക്കെ തട്ടാമെന്ന് വിചാരിച്ചു. ജനലയും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ ജനൽ തുറന്നിടാൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ്? കാരണം ഇവിടെ ഭയങ്കര മൊന്തയാണ്. എന്നുവെച്ചാൽ നിറയെ ചെടികളും കാര്യങ്ങളൊക്കെ വളർന്നിട്ട് നമ്മുടെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ആ പറമ്പിലും നിറയെ മൊന്തയുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് വല്ല ഇഴജന്തുക്കളും കയറി വരുമോ എന്നുള്ളൊരു ഒരു പേടീൻ്റെ പുറത്താണ് ഞാൻ ഈ ജനലൊന്നും തുറന്നിടാത്തത്. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ വീട്ടിൽ കയറി താമസിച്ച ശേഷം അങ്ങനത്തെ ആൾക്കാരൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും ഒരു പേടിയുണ്ട്. കാരണം തൊട്ട് ഫ്രണ്ടിൽ നമുക്ക് പാമ്പുങ്കാവുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് ചെറിയ പേടിയാണ്. പിന്നെ പോരാത്തതിന് എക്സ്ട്രാ അവർക്ക് വരാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ ഫ്രണ്ടിൽ മീൻകുളവും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരെ അകത്തേക്ക് വന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്തില്ല. ഞാൻ കൂരിയാറ്റിയാണ് ഈ വീട്ടിലത്തെ. ഏട്ടൻ്റെ ഒരു ചിന്താഗതിക്ക് പറ്റിയ വീടാണ് പണിഞ്ഞ് വെച്ചേക്കണത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവർത്തിലും നല്ല പൊക്കാണ്. അപ്പോൾ എനിക്കെത്തില്ല. അപ്പോൾ ഞാൻ ഓരോന്നിനും മുകളിൽ പൊത്തിപ്പിടിച്ച് കയറിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ മാറാല തട്ടണ പരിപാടിയൊന്നും ഇല്ല. ഞാനിതൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള മാറാലയുടെ വേസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരൊക്കെ ഈ വീട്ടിലെങ്ങനെ താമസിക്കണമെന്ന്. കാരണം നമുക്ക് നിവർത്തിയില്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഞാൻ പ്രസവിച്ച് കിടക്കുമായിരുന്നു. 90 ഒക്കെ ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പോരാത്തതിന് എൻ്റെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്.
അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മോളിക്കൊക്കെ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നിട്ടുള്ള പണികളൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാനിൻ്റെ മുകളിലും പിന്നെ ചെമിരിൻ്റെ അവിടെയൊക്കെ നിറച്ച് മാറാല പിടിച്ചിരിക്കുകയാണ്. കുഞ്ഞുണ്ണിയുള്ള വീടുകളാകുമ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ മാറാല കെട്ടാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷെ നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പം എനിക്കൊക്കെ ഒന്ന് ഫ്രീ ആയില്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനത്തെ പണിക്ക് നിന്നു. അമ്മ അവിടെ 2 വിജൃംഭിച്ച കാലുകൾ കാണുന്നത് അമ്മയുടെയാണ്. അമ്മ അവിടുത്തെ ജനലൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ അമ്മയുടെ ഒപ്പത്തിന് എത്തുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ പണിയാൻ കൊടുക്കാറുള്ളൂ. പൊക്കത്തേക്ക് നോക്കണതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എങ്ങാനും നില കറങ്ങി കിടന്നു കഴിഞ്ഞാൽ നല്ല രസമാവും ഇവിടെ. അത് കാരണം കൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അമ്മേനെ അങ്ങോട്ട് വിളിക്കാറില്ല. അപ്പോൾ ഞാനങ്ങനെ വേഗം ഫാനിൻ്റെ മുകളിലേക്ക് വൃത്തിയാക്കി. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെ ഷോക്ക് അടിക്കും എന്നുള്ളൊരു പേടിയും കൂടി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജനലുടെ മുകളിലേക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ റൂമിലത്തെയൊക്കെ ജനൽ എനിക്ക് ഭയങ്കര പേടിയാണ് തുറക്കാൻ. ഇത് തീരെ ഞാൻ തുറന്നിടാത്ത ജനലാണ്. ഉമ്മറത്തെയൊക്കെ പിന്നെ എപ്പോഴേലൊക്കെ തുറക്കും, കാരണം അത് മരത്തിൻ്റെയാണ്, ഇത് ഇരുമ്പിൻ്റെയാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇവിടുത്തെ ഞാൻ ആണ്ടിലെ സംക്രാന്തിക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ തുറക്കാറുള്ളൂ. ബാക്കിലാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഭയങ്കര കൊതുവിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ കൊതുവിൻ്റെ പേര് പറഞ്ഞിട്ട് ഞാനിത് തുറക്കാറില്ല. ഞങ്ങളുടെ റൂമിൻ്റെ ഞാൻ തുറക്കും കേട്ടോ. ഞങ്ങളുടെ വെച്ചാൽ ഞാനും അമ്മയും ഇപ്പോൾ വേറെ റൂമിലാണ് കിടക്കണേ ഉണ്ണീനെയും കൊണ്ട്. ആ റൂമിലാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ ഫുള്ള് നെറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ജനല ഞാൻ തുറന്നിടും, ഇതിൻ്റെ ഒന്നും ഞാൻ തുറക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം ആ ജനലൊക്കെ ക്ലീൻ ചെയ്യണ പരിപാടിയിലാണ്. അപ്പോൾ അവിടുത്തെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മർത്തെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ബാക്കി അമ്മ ചെയ്തോളാന്ന്. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഫാനിൻ്റെ മുകളിൽ നിന്നൊക്കെ തട്ടിയിട്ടുള്ള മാറാലയും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് കുടഞ്ഞ് തട്ടിയിട്ട് ഞാൻ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് നേരെ അതൊക്കെ ഒന്ന് തിരുമ്പാടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അതിൻ്റെ അടിഭാഗത്തൊക്കെ നിറയെ മാറാല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കിടക്കയുടെ കട്ടിലിൻ്റെ അടിയിലൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയൊക്കെ വേഗം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കട്ടിലിൻ്റെ അടിയിലൊന്നും നമ്മളെപ്പോഴും അങ്ങനെ കൈ എത്തണമല്ല. കാരണം അവിടേക്കാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയുടെ തൊട്ടിലും കാര്യങ്ങളൊക്കെ സൈഡിലിരിക്കുന്നുണ്ട്. ഈ റൂം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റോർ റൂം പോലെയാണ്. അത്രയും സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അതിൻ്റെ അടിയൊന്നും നമുക്ക് തുടയ്ക്കുക പറഞ്ഞാൽ എല്ലാതും നീക്കി വെച്ച് തുടയ്ക്കണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ അങ്ങോട്ട് ചൂലും കാര്യങ്ങളൊന്നും ഞങ്ങൾ അധികം എത്താറില്ല. അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ അടിയൊക്കെ ഇന്ന് എന്തായാലും ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് തൊട്ടിലും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് തട്ടിയിട്ട് ഞാൻ അവിടേക്ക് ഒന്ന് വേഗം അടിച്ചു വരി വൃത്തിയാക്കാനുള്ള കലാപരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ പണികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട കസേരയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഞാൻ അതങ്ങനെ ചെയ്ത് നേരെ പുറത്തേക്ക് നോക്കുമ്പോൾ അമ്മ റൂമത്തെ കഴിഞ്ഞിട്ട് പിന്നെ ഹാളിലുള്ള ജനലും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് പണിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ മൊത്തം അലങ്കോലപ്പെട്ടിട്ടാണ് വീട് കിടക്കുന്നത്. പെയിൻ്റ് അടിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല, വീട്ടിലോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെയിൻ്റ് അടി പോലും കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് പ്രൈമർ അടിച്ചിട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ വൃത്തികേടുകൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഉണ്ട്, നമുക്ക് മനസ്സിന് മൊത്തത്തിൽ അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. അപ്പോൾ പിന്നെ ഞാൻ നേരെ സോഫയും കാര്യങ്ങളൊക്കെ നീക്കിയിട്ട് ഞാൻ അടിച്ചു തരാൻ വിചാരിച്ചു. ഈ സോഫയും പറഞ്ഞ പോലെ നമ്മളെപ്പോഴും അങ്ങോട്ട് നീക്കാറില്ല. എനിക്ക് തോന്നണേ ഞാനിപ്പോൾ പ്രഗ്നൻ്റ് പ്രസവിക്കുന്നതിൻ്റെ മുന്നേറ്റായിട്ടാണ് തോന്നുന്നു ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ആ സോഫയൊക്കെ ഒന്ന് അങ്ങനെ നീക്കാമെന്ന് വിചാരിച്ചു. കാരണം അപ്പൂൻ്റെ കുറേ കാണാണ്ട് പോയ കളിപ്പാട്ടങ്ങൾ അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ ഒക്കെ എയറാണ്. ഇവൻ ഈ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുള്ളതൊക്കെ മൊത്തം എറിഞ്ഞ് കളിക്കലാണ് എൻ്റെ കുട്ടിയുടെ പണി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എറിഞ്ഞിട്ടുള്ളത് നേരെ ഈ സോഫയുടെ ചുവട്ടിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സോഫ സെറ്റ് ചെയ്തിടുക പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നമ്മളിത് പണിയിച്ച സോഫയായിരുന്നു. അപ്പോൾ ഈ പസിലൊക്കെ സെറ്റാക്കണ പോലെയാണ് ഈ സോഫ സെറ്റാക്കി ഇടുക പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇത്തിരി ഒന്ന് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ പാകമായിട്ട് കിടക്കില്ല. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങനെയാണ് ആ ചേട്ടൻ അത് പണിത് തന്നേക്കണത്. അപ്പോൾ അങ്ങനെ അതൊക്കെ നേരെ ശരിക്കുള്ള സ്ഥലത്തേക്ക് ഇട്ടു. ഇതിന് ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നു സോഫയ്ക്ക് കേട്ടോ. അത് നമ്മുടെ റൂമിൽ ബെഡായിട്ട് യൂസ് ചെയ്യുക. അപ്പൂന് എപ്പോഴെങ്കിലുമൊക്കെ വാശി പിടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ കിടക്കണം എന്ന് പറയും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങളുടെ സാധാ ഡബിൾ കോട്ട് ബെഡാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അവനൊരു സോഫ ഇട്ടിട്ട് അതൊരു ബെഡും പോലും അതിൻ്റെ മുകളിൽ അമ്മേനെ കൊണ്ട് ഉണ്ടാക്കി വിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ അമ്മ അങ്ങനത്തെ കുറേ അൽക്കുലത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ. ആൾ ബാഗും കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ അടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യും നേരം പോക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ റൂം ഹോള് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ഏട്ടനും അപ്പൂക്കെ കിടക്കണ റൂമിൽ വേഗം ക്ലീൻ ചെയ്യാൻ പോയി. ഇതിൻ്റെ കബോർഡൊന്നും കാണാതിരിക്കുക ഭേദം. അതൊക്കെ ഭയങ്കര അലമ്പായിട്ടാണ് കിടക്കണേ. അതൊക്കെ എനിക്കിനി വേണം ഒന്ന് റെഡിയാക്കാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തുണികളൊന്നും അപ്പം മടക്കി വയ്ക്കലും കാര്യങ്ങളൊന്നും നടന്നേർന്നില്ല.
ഈ പരീക്ഷ കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് തന്നെ. അപ്പം ഞാൻ കൊണ്ടുവന്നിടും, മടക്കണം വിചാരിക്കും, മടക്കില്ല, പിന്നെ അത് നേരെ അതിനുള്ളിൽ കുത്തിക്കയറ്റി വെക്കും. അടുത്ത ദിവസം ഇതേപോലെ തന്നെ റിപ്പീറ്റ്. അത് കാരണം കൊണ്ട് തന്നെ അലമാര കാര്യങ്ങളൊക്കെ ഭയങ്കര മോശത്തിലാണ് കിടക്കണത്. അതുകൊണ്ടാണ് ഈ ആംഗിളിൽ നിന്ന് കാണിക്കണത്. നിങ്ങൾ കണ്ട് വെറുതെ ബോധം കിടണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം ഓരോ ദിവസമായിട്ട് ഇനി ഈ പരിപാടികൾക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്. അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ചെയ്യണം. ജേർണലിങ് പരിപാടിയൊക്കെ ഒന്ന് തുടങ്ങിയാലോ എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ചെയ്യാനുള്ള ഓരോ പരിശ്രമത്തിലാണ്. അപ്പോൾ അങ്ങനെ റൂമിൽ നിന്ന് ഹോളിൽ നിന്നൊക്കെ തൊഴിച്ചു കൊടുക്കുന്ന സാധനങ്ങളൊക്കെ കൂടിയിട്ട് ഞാൻ കൂട്ടി കോരണ സ്ഥലം ഇതാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്ന സാധനമാണ് ഞങ്ങളുടെ മെയിൻ ഗോഡൗൺ ഇപ്പോഴത്തെ. ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ടത്തെ റൂമും പിന്നെ ഇതുമാണ് ഞങ്ങളുടെ ഗോഡൗൺ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ഇൻവെർട്ടർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ അപ്പു തൊട്ട് കളിക്കാതിരിക്കാനും ഷോക്കടിക്കാതിരിക്കാനും വേണ്ടി ഏട്ടൻ ചെയ്തിട്ടുള്ളൊരു പണിയാണ്. മൂപ്പര് വെൽഡറാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കാണാൻ പറ്റും. ഈ ഊഞ്ഞാൽ ആളുണ്ടാക്കിയതാണ്, പിന്നെ ഷോക്കേസ് മൂപ്പര് ഉണ്ടാക്കിയിട്ടുണ്ട്, പൂജ സെറ്റപ്പ് ആളുണ്ടാക്കിയതാണ്, വിറക് പേര ആളുണ്ടാക്കിയതാണ്, കോണി ആളുണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു സകലകല വല്ലഭനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽഡർ അങ്ങനത്തെ ഒരു പണിക്കാരനുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നല്ലോണം പണികളൊന്നും നടക്കില്ല. നിങ്ങൾ ഈ കാണുന്ന സംഭവം വിചാരിക്കും എന്താ ഇതിൻ്റെ മുകളിലൊക്കെ ഒരു അടപ്പുണ്ട് കുട്ടി തൊടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ. ഇതിൻ്റെ മുകളിൽ ഒരു അടപ്പില്ല, ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. എന്തിനാണ് മൂപ്പരത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് എനിക്കറിയില്ല. എൻ്റെ കുട്ടി സുഖമായിട്ട് മതിൽ ചാടുന്ന പോലെ അതിൻ്റെ അപ്പുറത്തേക്ക് ചാടും, അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഊഞ്ഞാലാടും, അതേപോലെ ഇപ്പുറത്തേക്ക് ചാടും, അങ്ങനെയൊക്കെ കളിക്കും. ഞാൻ ഇതിനെന്താ മൂടി വയ്ക്കാത്തേ ചോദിച്ചിട്ട് മൂപ്പര് ഒരു മറുപടി തരുന്നില്ല. ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും മൂപ്പർക്ക് അതിനൊരു മൂടി വയ്ക്കാൻ തോന്നട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടത്തേക്ക് അടിച്ച് കൂട്ടി കോരാമെന്ന് വിചാരിച്ചു. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കോർട്ട്യാർഡില്ലേ, ഇന്നർ കോർട്ട്യാർഡൊക്കെ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ ഫുൾ പണികളും കാര്യങ്ങളൊന്നും കഴിയാത്ത കാരണം കൊണ്ട് തന്നെ ആ പണിക്കൊന്നും നിന്നില്ല. പിന്നെ എന്താ വെച്ചാൽ അവിടെ കോണി റൂമാണ് ശരിക്കും വരേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ഒരു കോർട്ട്യാർഡിൻ്റെ പ്ലാൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കോണി റൂമും പണിതില്ല. കോണിയെങ്കിലും ഒന്ന് പണിതിരുന്നു എന്നുണ്ടെങ്കിൽ അതെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തു കൂടിയാണ് കേട്ടോ കോണി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരത്തെ ഞാൻ തിരുമ്പാനുള്ള തുണികളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ, തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് എനിക്ക് വെളിപാട് വന്നത്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് തിരുമ്പിയിടാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന പോലെ ഒറ്റ സ്ട്രെച്ചിലൊന്നും അല്ല കേട്ടോ ഞാൻ ഈ പണികളൊന്നും ചെയ്ത് തീർക്കണത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഉണ്ണി വരും, ഉണ്ണിക്ക് പാല് കൊടുക്കും, കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരിക്കും. അങ്ങനെ ആടിപ്പാടിയിട്ടാണ് ഞാൻ പണികളൊക്കെ ചെയ്യണത്. നമ്മൾ വീഡിയോയിലാകുമ്പോൾ വലിയ കാര്യത്തിൽ കാണാമല്ലോ ഒരുമിച്ച് അതൊക്കെ ചെയ്യണമെന്നുള്ളത്. എനിക്ക് അത്രയ്ക്കൊന്നും വലിയ സ്റ്റാമിനയും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നമ്മളങ്ങോട്ട് ബോഡിയൊക്കെ അങ്ങോട്ട് സെറ്റായി വരണല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ പോയ പോക്ക് ഒരു 1.5 പോക്കായിരുന്നു. അപ്പോൾ കുറേ നേരം അതിൻ്റെ പിന്നാലെ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ തുണി റെഡിയായ ശേഷമാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ കൊണ്ട് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ നേരെ ചൂലും കൊണ്ടിട്ട് അടുക്കളയ്ക്ക് കയറി. അങ്ങനെ ആദ്യം അവിടുത്തെ അടുക്കളയിലൊക്കെ മാറാലടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കാലത്തെ ഫസ്റ്റിലേ നമ്മൾ അടുക്കള തന്നെ സെറ്റപ്പ് ആക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ ഷോക്ക് അടിച്ചോടുകൂടി എൻ്റെ മൂഡ് പോയി. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ അമ്മ അപ്പോഴേക്കും അടുക്കളയിൽ പണികളൊക്കെ ചെയ്യാനും വന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ പണിക്ക് നിന്നില്ല. ഞാൻ നേരെ ഹോളിലേക്കൊക്കെ ഉമ്മറത്തേക്കും ഹോളിലേക്കൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ വേഗം ഇപ്പം എന്തായാലും ഇവിടുത്തെ പരിപാടികളൊക്കെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജ് പിന്നെ വൃത്തിയാക്കൽ നമ്മുടെ ആദ്യമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഈ സ്ലാബൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കബോർഡിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ചെയ്താൽ തന്നെയായിരിക്കും വീടൊന്നും ഒതുക്കം വരുന്നുണ്ടാവുള്ളൂ. ഇതിപ്പോൾ അതൊന്നും കഴിയാത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ എത്ര ഒതുക്കി വെച്ചാലും ഒരു ഒതുക്കം ഫീൽ ചെയ്യില്ല. അപ്പോൾ ഞാൻ വേഗം ഉള്ളിക്കോട്ടയൊക്കെയാണ് അതിൻ്റെ മുകളിലൊക്കെയാണ് ആദ്യം പണിയണേ. അപ്പോൾ ഞാൻ അവിടത്തേക്ക് ആദ്യം ചപ്പും ചവറൊക്കെ ആയിട്ടല്ലേ നമ്മുടെ ഉള്ളിക്കോട്ടയുടെ ചുവട്ടിലൊക്കെ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ സ്ലാബിൻ്റെ മുകളിലൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ അവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്ലേറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞേ പരിമിതമായ സ്ഥലത്തിൻ്റെ ഉള്ളിൽ നമ്മളിതൊക്കെ സെറ്റപ്പ് ആക്കണമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒരു മീഷോന്നോ എന്തെന്നോ അങ്ങോട്ട് ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുള്ളൊരു സാധനമാണ്. കുഴപ്പമില്ല, ഞങ്ങളുടെ ഈ സ്ഥലപരിമിതിക്ക് ഇത് ബെസ്റ്റാണ്. ഇത്തിരി വലുതാണെന്നുണ്ടെങ്കിൽ കുറേ പാത്രങ്ങൾ കൊള്ളും. ഇതിപ്പോൾ തൽക്കാലം നമ്മുടെ ഊണയിക്കുന്ന പ്ലേറ്റുകൾ കിണ്ണങ്ങൾ കാര്യങ്ങൾ മാത്രമേ കൊള്ളുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ അവിടെ വേഗം സെറ്റാക്കി. അതേപോലെ നമുക്ക് ഈ സ്പൂണൊന്നും അതിൽ കൊള്ളുണ്ടായില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു സ്റ്റാൻഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പാത്രങ്ങളൊക്കെ ഒരു റൗണ്ടും കൂടി ഒന്ന് കഴുകിയിട്ട് വെക്കുകയാണ്. കാരണം അവിടെ നിന്ന് മാറാലും എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ വെച്ചിട്ട്. പിന്നെ ഈ സൈഡിലൊക്കെ നല്ലോണം ചളി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ലോണം ഉരച്ച് കഴുകേണ്ട അവസ്ഥയുണ്ടായിരുന്നേ. കാരണം എപ്പോഴും വെള്ളം വീണതാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവിടെയൊക്കെ നല്ലോണം തേച്ചരച്ചിട്ട് അവിടുത്തെ ചളികളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തു. അപ്പോൾ ഈ
ഭരണിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരെ വീട് കാണാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ തന്നതാണ് കേട്ടോ. വീട് ഉണ്ണീനെയൊക്കെ കാണാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ അവർ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇതെന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സാധാരണ ഉപ്പും പുളിയൊക്കെയാണല്ലോ ഇട്ട് വയ്ക്കുക. പക്ഷേ അവൾ കൊടുന്നപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ പുളി ഇട്ട് കഴിഞ്ഞാൽ ഇതാകെ നാശമായി പോവുള്ളൂ, പൊട്ടിപ്പോവുള്ളൂ എന്നൊക്കെ. ഉപ്പ് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ ഭരണിയുടെ ഉള്ളിൽ ഇപ്പോൾ എന്താ ഇടുക എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐഡിയ അറിയുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരെ ഈ കബോർഡിൻ്റെ സാധനങ്ങളുടെ മുകളിലേക്കൊക്കെ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ കളികളായിട്ട് ഞാൻ വേഗം അടിച്ച് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വൃത്തിയാക്കി വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോയി വെക്കും കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതരം അസ്കിതുള്ള ആളാണ് ഞാൻ. എന്താ ചെയ്യുക, ഒരുമാതിരി അടി കൊള്ളാത്തതിൻ്റെ കേടാണ് സത്യം പറഞ്ഞാൽ തോന്നും. അപ്പോൾ ഒരു അടുക്കും ചീട്ട് ഇനി ലൈഫിൽ വരാനുണ്ടെന്ന് എനിക്ക് തോന്നണത് കേട്ടോ. ഇപ്പോഴും അങ്ങോട്ട് സെറ്റായിട്ടില്ല. 2 പിള്ളേരെ തമ്മിയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചുകൂടി അടുക്കി പെറുക്കി വെക്കാനുള്ള കഴിവുകൾ വരാനുണ്ട്. അപ്പോൾ നേരെ അതിൻ്റെ മുകളിലൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ സ്ലാബിൻ്റെ ചോടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഒരുവിധം എല്ലാ പാത്രങ്ങളും വെക്കാറുള്ളത്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത സ്ലാബിൻ്റെ ചോട്ടിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഭാഗം കൂടി ഒന്ന് വേഗം ക്ലീനാക്കി. ഇത് നമ്മുടെ ഗ്യാസിൻ്റെ ചോട് ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വേഗം അങ്ങോട്ട് അടിച്ച് കയറി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ നേരെ സ്ലാബിൻ്റെ മുകളിലേക്ക് തന്നെ കയറി. അപ്പോൾ നേരത്തെ മൊത്തം വൃത്തിയാക്കി എന്നുണ്ടെങ്കിലും പിന്നെയും ഞാൻ ഓരോന്ന് പരത്തി നോക്കുമ്പോൾ ഇവിടെ മൊത്തം പൊടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി അങ്ങോട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് പറഞ്ഞാലും നമ്മളോരോ ക്ലീനിങ്ങൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ് അല്ലേ. ഏകദേശം 3 മണി ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിയുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞേക്കാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.